മയക്കുമരുന്നിന് അടിമയായി, കഞ്ചാവിന് അടിമയായി നിന്റെ ജീവിതത്തിനകത്ത് മാറ്റാൻ കഴിയാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ, അവിടെ നിന്ന് മാറ്റുന്നതിന് മാർഗമുണ്ടോ എന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് പകൽ ദേശത്തോട് പറയാം, അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സുവാർത്ത, നല്ല വാർത്ത എന്നാണ്. സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞ സ്നേഹിത, മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞ ഒരു മാർഗമാണ്. എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിന് സമാധാനം തരുന്ന മാർഗം, സന്തോഷം തരുന്ന മാർഗം, അപ്പനെയും അമ്മയെയും മക്കളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് പിന്നെ എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഈ കമ്പിളികണ്ഠൻ ദേശത്തോട് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ